ഇലാഹിൽ അലിയ ഗ്രൂപ്പിലെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും. ഹസ്ബുനല്ലാഹ്. നമുക്കെല്ലാം അറിയാം, എന്നാൽ ഒന്നും അറിയില്ല. അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും സ്ഥിതി. നാം അള്ളാഹുവിനെ അറിയുക, എന്നാൽ നമുക്ക് ഈമാൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ നിങ്ങളോടല്ല പറയുന്നത്, ഞാൻ എന്നോടുകൂടി തന്നെയാണ്. നിങ്ങൾ കൂടെ എനിക്കും ഈമാനിക ചൈതന്യമുണ്ടാവട്ടെ ഇൻഷാ അല്ലാഹ്. സൂറ ഹദീദ് 4-ാം ആയത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ എവിടെയായിരിക്കട്ടെ അവൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. സൂറ അന്നിസായിൽ പറയുന്നുണ്ട് 78-ാം ആയത്തിൽ, നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. നിങ്ങൾ ഭദ്രമായി കെട്ടിയുയർത്തപ്പെട്ട ഉള്ളിലാണെങ്കിൽ പോലും. ഇതെല്ലാവർക്കും അറിയാം. എന്നാലും പെട്ടെന്നുള്ള മരണം കണ്ടാൽ നാം പകച്ചു നിൽക്കുകയല്ലാതെ നമുക്കൊന്നും ചെയ്യാനാകുന്നില്ല. കൂക്കി കേട്ട് അടുത്ത വീട്ടിൽ നിന്ന് ആളുകൾ വന്നാലാണ് എല്ലാം ചെയ്യുക. അപ്പോഴേക്കും കണ്ണ് തുറച്ചു പോയിട്ടുണ്ടാകും, വാ പിളർന്നു പോയിട്ടുണ്ടാകും, ശരീരത്തിൻ്റെ ചൂട് മാറിപ്പോയിട്ടുണ്ടാകും. ശരിക്കും മരണമുണ്ട് എന്ന് അറിയാമെങ്കിലും എന്ത് ചെയ്യണമെന്നറിയില്ല. അതാണ് സത്യം. അതായത് പറയുമ്പോൾ ഒരു ഉസ്താദിൻ്റെ വയലാണെങ്കിൽ ഇത് കുറേ കേട്ടതല്ലെന്ന് കരുതി തള്ളിക്കളയും. നിങ്ങളെപ്പോലെയുള്ള ഞാനായതുകൊണ്ട് ഞാൻ പറയുമ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുമല്ലെന്ന് കരുതിയാണ് ഈ വിഷയം പറയുന്നത്. മരണമൊരു സത്യമാണ്, അല്ലേ? എല്ലാം മറന്നുല്ലസിച്ച് ജീവിച്ച് നമ്മൾ മിനുമിനുത്ത പട്ടുമെത്തയിൽ കൂർക്കം വലിച്ച് ഉറങ്ങിയ നമ്മൾ പെട്ടെന്നൊരു ദിവസം മരണമെന്ന സത്യം നമ്മളിലേക്കും എത്തും, അല്ലേ? നമ്മുടെ ഭർത്താക്കന്മാരും മക്കളുമൊക്കെ മയ്യത്ത് കട്ടിൽ കിടത്തി യാത്രയാക്കും. ഖബറാകുന്ന ഇരുട്ടറയിൽ തൻ്റെ മൃദുലമായ കവിൾത്തടങ്ങൾ മണ്ണോട് ചേർത്ത് ഒറ്റയ്ക്ക് കിടക്കുന്ന ആ നിമിഷം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് മരണം? മരണത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് ഒന്ന് മനസ്സിനെ ചിന്തയെ കൊണ്ടുപോകൂ. എന്നാൽ മാത്രമേ ദിക്റുകളും സലാത്തുകളും നോമ്പും നിസ്കാരവും എല്ലാം കൃത്യമായി ചെയ്യാനുള്ള ബോധമുണ്ടാകൂ. മരിച്ചു എന്ന് കണ്ടാൽ കുറേ അലറി വിളിച്ചതുകൊണ്ട് കാര്യമില്ല. ശബ്ദം പുറത്തു വരാതെ കരയുന്നതിൽ വിരോധമില്ല. റൂഹ് വേർപിരിഞ്ഞു എന്ന് കണ്ടാൽ മയ്യത്തിൻ്റെ 2 കണ്ണുകളും തിരുമ്മി സാവധാനം തടവി അടക്കുകയാണ് ആദ്യം വേണ്ടത്. അതൊരു കുരുടനായാൽ പോലും. മലക്കുകൾ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് എന്നോർക്കണം. ആ വ്യക്തിയുടെ നന്മയല്ലാതെ അവിടെ നിന്നും പറയരുത്. പ്രാർത്ഥനയ്ക്ക് മലക്കുകൾ ആമീൻ പറയുന്നതാണ്. നമ്മൾ കണ്ണുകൾ ചിമ്മിക്കൊടുക്കുമ്പോഴും മറ്റുള്ളത് ചെയ്യുമ്പോഴും എല്ലാം തന്നെ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാ അല്ലാഹുമ്മ ഫല്ലഹു വർഹംഹു എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അള്ളാഹുവിൻ്റെ നാമത്തിലും റസൂലിൻ്റെ മാർഗത്തിലും അള്ളാഹുവെ ഈ മയ്യത്തിന് പുറത്തു കൊടുക്കണേ, നീ കരുണ ചെയ്യണേ അള്ളാഹ്. ഇത് മലയാളത്തിൽ പറഞ്ഞാലും സാരമില്ല. കൂടി നിന്നവർ ആമീൻ പറയുകയും അതേപോലെ തന്നെ മലക്കുകളും ആമീൻ പറയുന്നതാണ് ഇൻഷാ അല്ലാഹ്. ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ പറയാം. ഇന്നത്തെ ചോദ്യം, ഖുർആൻ അവതരിച്ചത് എത്ര വർഷം കൊണ്ടാണ്? ഖുർആൻ ശുപാർശയായി വരും ആർക്ക്? ഖുർആനിലെ ഏറ്റവും വലിയ സൂറ ഏത്? ആയത്ത് എത്ര? സ്വീകരിക്കണേ അല്ലാഹ്. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.